Hey students, very good morning all. Once more all are welcome to Coastal Management Accounting new video classroom. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോഴ്സ് കൺട്രോൾ മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്സിന്റെ ഫിഫ്ത്ത് പോയിന്റ് ആണ്. നാലെണ്ണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അഞ്ചാമത്തെ മെത്തേഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മെറ്റീരിയൽ ഓർ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. മെറ്റീരിയൽ ഫിഫ്ത്ത് മെത്തേഡ് ആണ്. Material or stock turnover ratio. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ ഓരോ വീട്ടിലും ഉണ്ടായിരിക്കും വെജിറ്റബിൾ. എല്ലാ വീട്ടിലും കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഫിഷ് കൺസ്യൂം ചെയ്യുന്നവരുണ്ട്, മീറ്റ് കൺസ്യൂം ചെയ്യുന്നവരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. എനിവേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വെജിറ്റബിൾസ് ആയിരിക്കും. അപ്പോൾ വെജിറ്റബിൾസ്, അപ്പോൾ നമുക്ക് ടൊമാറ്റോൻ്റെ എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും എല്ലാവരും വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ സ്റ്റോക്കിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഈ എത്രമാത്രം സ്റ്റോക്കായിട്ട് വെജിറ്റബിൾ കിടക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു മന്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് എടുക്കുന്നത് വെച്ചാൽ, അപ്പോൾ ഒരു മാർച്ച് മാസം എടുക്കുന്നതെങ്കിൽ മാർച്ച് 1 to മാർച്ച് 31 വരെ. ഓക്കെ, അപ്പോൾ ആ ഒരു പീരിയഡിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എത്ര ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ വോളിയം കൂടുതലാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കൺസംഷൻസിൻ്റെ വോളിയം കൂടുതലാണ് എന്നർത്ഥം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഒരു മന്തിൽ 10 ടൊമാറ്റോ യൂസ് ചെയ്തു, 2 ബാലൻസ് ഉണ്ടെന്ന് കരുതുക. ഇങ്ങനെ ഉണ്ടായാൽ അവിടുത്തെ ഉപയോഗിച്ചതിൻ്റെ അളവ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് എന്നുള്ളതാണ് ഫോർമുല. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട. അതായത് ഇവിടെ ഇത്രയും മെറ്റീരിയലാണ് കൺസ്യൂം ചെയ്തിട്ടുള്ളത്, ഒരു മന്തിൽ കൺസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ടൈംസ് ആണ് സ്റ്റോക്ക് ടേൺ ഓവർ എന്ന് പറയുന്നത്? 5 ടൈംസ് ആണ്. ഇതേ ഇവന്റ് 10 ടൊമാറ്റോ 5 ബാലൻസ് ഉണ്ട്, 2 ടൈംസിലാണ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഇവിടുത്തെ ടൊമാറ്റോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വോളിയം കൂടുതലാണെങ്കിൽ ഇവിടെ സ്റ്റോക്കിൻ്റെ അളവ് കുറവാണ് ആണല്ലോ. അതായത് ഒരു മന്തിൽ കൺസ്യൂം ചെയ്തിട്ടുള്ളതിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ സ്റ്റോക്കിൻ്റെ വോളിയം കുറവായിരിക്കും. സ്റ്റോക്കിൻ്റെ വോളിയം കുറവായതുകൊണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ഫ്രിഡ്ജിലായിരിക്കും എല്ലാവരും വെക്കുക. ഈ ഫ്രിഡ്ജിൻ്റെ 2 ടൊമാറ്റോ മാത്രമേ ഈ ഫ്രിഡ്ജിൽ കെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാലൻസ് ഉള്ള മറ്റു പല ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് കെപ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ സ്റ്റോറേജിൻ്റെ സ്പേസ് മറ്റുള്ളതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ദെൻ പവർ കൺസപ്ഷൻസിൻ്റെ കോസ്റ്റ് ഇതിന് വേണ്ടിയുള്ളത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുള്ള ഓരോ എക്സ്പെൻസിൻ്റെ വോളിയവും കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിലേതെങ്കിലും ഇപ്പോൾ ഈ 2 ചീത്തായി പോകുന്നെങ്കിൽ 2 മാത്രമേ ചീത്തായി പോകുന്നുള്ളൂ. ഇപ്പോൾ മെറ്റീരിയൽസിൻ്റെ കേസൊക്കെ ആണെങ്കിൽ ഒബ്സലൻസ് ആവും, അതുപോലെ ഔട്ട് ഓഫ് ഫാഷൻ ആവും. ഇപ്പോൾ വെജിറ്റബിളിൻ്റെ കേസിൽ ഔട്ട് ഓഫ് ഫാഷൻ ആവാൻ പോകുന്നില്ല, പക്ഷെ അതെന്താവും? ചീത്തായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചീത്തായി പോവുകയാണെങ്കിലും 2 മാത്രമേ എന്താവുന്നുള്ളൂ? കേടായിട്ട് പോകുന്നുള്ളൂ. ഈ കേസിൽ നോക്കും, 10 നമ്മൾ കൺസ്യൂം ചെയ്തു, 5 ബാലൻസ് ഉണ്ട്, പക്ഷെ ഇവിടെ ടേൺ ഓവർ റേഷ്യോ 5 സ്റ്റോക്കിൻ്റെ വോളിയം 5 ആയതുകൊണ്ട് ടൈംസിൽ ടേൺ ഓവർ എത്രയേ ഉള്ളൂ? 2 ടൈംസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുതലും, മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യുന്നതിൻ്റെ അളവ് കൂടും. ദെൻ ഇതിൽ 3 ഒബ്സലൻസ് ആയി പോയാൽ ആ കോസ്റ്റ് പോയി. ഓക്കെ, ദെൻ പവർ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ പറയുന്നത്, അതായത് സ്റ്റോക്കിൻ്റെ വോളിയം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഫൈൻഡ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഫൈൻഡ് ചെയ്യുക എന്ന് നോക്കാം. ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പ്രകാരം എങ്ങനെയാണ് കോസ്റ്റ് ടേൺ ഓവർ റേഷ്യോ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് divided by average stock turnover ratio is equal to cost of material consumed divided by average stock. Then how to calculate material consumed? Cost of material consumed
cost of material consumed. How to calculate cost of material consumed? That means opening stock plus purchases minus closing stock. You get cost of material consumed. Then our formula first part cost of material consumed. രണ്ടാമത്തെ പാർട്ട് എന്താണ്? ആവറേജ് സ്റ്റോക്ക്. ഹൗ ടു കാൽക്കുലേറ്റ് ആവറേജ് സ്റ്റോക്ക്? എങ്ങനെയാണ് ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 വിൽ ഗെറ്റ് ആവറേജ് സ്റ്റോക്ക്. നമുക്ക് ആവറേജ് സ്റ്റോക്ക് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ കണ്ടുപിടിച്ചു. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ആഡ് ചെയ്തിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. Then cost of material consumed, opening stock plus purchases minus closing stock. So stock turnover ratio is equal to cost of material consumed divided by average stock. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ വോളിയം സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസിലാണ് ഇത് ഫൈൻഡ് ചെയ്യുന്നത്. ഇൻ ടൈംസ്. ഓക്കെ, ഇനി അത് ഇയറിൽ വെച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡേ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എത്രയാണോ ഒരു ഇയറിൽ ഉണ്ടാകുന്ന ഡേയ്സ് ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ അതായത് ഡേയ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 365 days divided by stock turnover ratio in times. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡേയ്സിൽ ടേൺ ഓവർ റേഷ്യോ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത് സ്റ്റോക്ക് ടേൺ ഓവർ ഓർ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇൻ ടൈംസിൽ. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഹൗ ടു ഫൈൻഡ്? That is opening stock plus purchases minus closing stock. Then how to calculate average stock? Average stock is equal to opening stock plus closing stock divided by 2. Okay, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോക്ക് ടേൺ ഓവർ ഓർ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് ഫൈൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ ഇൻ ടൈംസിൽ ഉള്ള വോളിയം കൂടുതലായിരിക്കണം. അത് കൂടുതലായിരുന്നാൽ സ്റ്റോക്കിന്റെ വോളിയം കുറയ്ക്കാൻ പറ്റും. സ്റ്റോക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈം, സ്പേസ്, ദെൻ കോസ്റ്റ് അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒബ്സലൻസിന്റെ വോളിയം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അത് കൂടുതലാണെങ്കിൽ ഈ പറഞ്ഞ ഇവന്റ് ഒക്കെ ഓപ്പോസിറ്റ് ആക്ഷനിൽ വരികയും ചെയ്യും. ദെൻ ഇനി അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേയ്സിലാണ് കാണുന്നതെങ്കിൽ 365 days ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസ്. അതുകൊണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡേയ്സിൽ എന്താണെന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഫോർ ദ ഇയർ എൻഡഡ് 31st March 2018 calculate the inventory turnover ratio of 2 items and make your comments on them. അപ്പോൾ മെറ്റീരിയൽ എ ആൻഡ് മെറ്റീരിയൽ ബി എന്ന് പറയുന്ന രണ്ട് ഐറ്റമാണ് ഇതിനകത്ത് ട്രീറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. അതിനകത്ത് മെറ്റീരിയൽ എന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, മെറ്റീരിയൽ എന്റെ പർച്ചേസസ്, ദെൻ മെറ്റീരിയൽ എന്റെ ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ സെയിം വേ മെറ്റീരിയൽ ബിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, മെറ്റീരിയൽ ബിന്റെ പർച്ചേസസ്, ദെൻ മെറ്റീരിയൽ ബിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മളോട് എന്താ പറഞ്ഞത്? ഈ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ അഥവാ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസിൽ ഫൈൻഡ് ചെയ്യുക, അതിന് കമന്റും കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. നമുക്കറിയാം ഫോർമുല എങ്ങനെയാണ്? മെറ്റീരിയൽ ടേൺ ഓവർ ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്താ? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് മെറ്റീരിയൽ എൻ്റെത് എന്താണ്, അതുപോലെ മെറ്റീരിയൽ ബിൻ്റെത് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. മെറ്റീരിയൽ എയുടെ സ്റ്റോക്ക് ടേൺ ഓവർ ഓർ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസ്, ദെൻ മെറ്റീരിയൽ ബിൻ്റെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ റൈറ്റ് ചെയ്യുന്നു calculation of material turnover ratio. Then material A, then material B. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് plus purchases minus closing stock. Then opening stock of material A. Material A യുടെ opening stock എത്ര? 40,000. Material B ന്റെ opening stock 36,000.
So 40,000 of A, then 36,000 of B. Then add purchases. Then material A purchase ചെയ്തിട്ടുള്ളത്, then material B purchase ചെയ്തിട്ടുള്ളത്. First one 2,08,000, second one 1,08,000. 2,08,000, then 1,08,000. Okay. 0, 8, then 4, then 2. 2,48,000 and 1,44,000. ഇനി എന്ത് ചെയ്യണം? ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് ലെസ് ചെയ്യണം. മെറ്റീരിയൽ എയുടെ ക്ലോസിംഗ് സ്റ്റോക്ക്, then മെറ്റീരിയൽ ബിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഫസ്റ്റ് വൺ 24,000, സെക്കൻഡ് വൺ 48,000. 24,000 and 48,000. മൈനസ് ചെയ്യുന്നു. 96,000. 2,24,000 and 96,000. മെറ്റീരിയൽ എൻ്റെത് 2,24,000, മെറ്റീരിയൽ ബിയുടേത് 96,000. ദെൻ ഇനി എന്ത് ചെയ്യണം നമ്മൾ? അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാണെന്ന് കിട്ടി. ഓക്കെ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ consumed. Cost of material consumed for A 2,24,000, then B 96,000. നമ്മൾ എന്താ പഠിക്കണം? ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ആവറേജ് സ്റ്റോക്ക്. Then how to calculate average stock? Opening stock plus closing stock divided by 2. അപ്പോൾ എയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000, then എയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് 24,000, then divided by 2 will get 64,000. 64,000 divided by 2 will get 32,000. ഓക്കെ, അപ്പോൾ എയുടേത് എത്ര? 36,000 ആണെന്ന് കിട്ടി. ഇനി ബിയുടേതും ഇതുപോലെ ചെയ്യണം. ബിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 36,000 ആണ്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് 48,000 ആണ്, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 000 84 divided by 2, then 42,000. ബിന്റെ ആവറേജ് സ്റ്റോക്ക് 42ഉം എയുടെ ആവറേജ് സ്റ്റോക്ക് 32,000ഉമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് എടുക്കണം? മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഫൈൻഡ് ചെയ്യണം. ദെൻ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് 2,24,000 divided by then average stock 32,000. Okay, then same way of material B, material consumed 96,000 divided by average stock 42,000. Clear അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യും. 2,24,000, that is 7 times. 2.3 times. 2.3 times. Okay. ഇപ്പോൾ ഇവിടെ മെറ്റീരിയൽ എന്റെ കേസിൽ 7 ടൈംസും മെറ്റീരിയൽ ബിയുടെ കേസിൽ 2.3 ടൈംസുമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ടൈംസ് ഏത് മെറ്റീരിയലിനാണുള്ളത്? മെറ്റീരിയൽ എക്കാണ് ആണല്ലോ. അപ്പോൾ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഏതിനാണോ കൂടുതലുള്ളത് അതാണ് ഹയർ പൊസിഷനിൽ നിൽക്കുന്ന മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ആവറേജ് സ്റ്റോക്ക് 32,000 ആണ്. ഏതിൽ? മെറ്റീരിയൽ എന്റെ കേസിൽ. മെറ്റീരിയൽ ബിയുടെ കേസിൽ ആവറേജ് സ്റ്റോക്ക് എത്ര? 42,000 ആണ്. അപ്പോൾ സ്റ്റോക്കിന്റെ വോളിയം കൂടുതലുള്ളിടത്ത് എന്തായിരിക്കും? ടൈംസിന്റെ വോളിയം കുറവായിരിക്കും, ടേൺ ഓവർ റേഷ്യോ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ 32,000 ആയതുകൊണ്ട് തന്നെ ഇത് 7 ടൈംസ് ആയി. നമുക്ക് എങ്ങനെ അത് കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ഉള്ളത് ഏത് മെറ്റീരിയലാണ്? മെറ്റീരിയൽ എ ആണ്. ദെൻ ടു കമ്പയറിംഗ് വിത്ത് മെറ്റീരിയൽ ബി.
അതാണ് നമ്മൾ കമന്റ് ചെയ്യേണ്ടത്. മെറ്റീരിയൽ എ ഈസ് ഫാസ്റ്റ് മൂവിങ് ബിക്കോസ് ഇറ്റ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഹയർ. ഓക്കെ, അപ്പോൾ അത് ബിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടേൺ ഓവർ റേഷ്യോ കൂടുതലാണ്, അപ്പോൾ ഫാസ്റ്റ് മൂവിങ്ങും ഇതിനകത്താണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി അത് എന്ത് ചെയ്യണം, ടൈംസിൽ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഡേയ്സിൽ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, മെറ്റീരിയൽ എന്റെ എന്താ ഫോർമുല എന്താ, മെറ്റീരിയൽ എത്ര ഡേയ്സിനാണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ 365 ഡേയ്സ്, അത് കോമൺ ആണ്. 365 ഡേയ്സ് ഡിവൈഡഡ് ബൈ ദെൻ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഇവിടെ എത്ര ആണത് 7 ടൈംസ് ആണ്. ഇതിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്, 365 ഡിവൈഡഡ് ബൈ 2.3 ഡേയ്സ് 3 ടൈംസ്. ഓക്കെ, അപ്പോൾ ഇത് എന്ന് കിട്ടും, അതായത് 365 ഡിവൈഡഡ് ബൈ 7 ഡേയ്സ് 7 ടൈമും അതുപോലെ 365 ഡിവൈഡഡ് ബൈ 2.3 52 159 52 ഡേയ്സ് then 159 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 159 ദിവസം എന്ത് ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ എന്ത് മാത്രം മതി, 52 ഡേയ്സ് മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കമന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതിനാണ് ടേൺ ഓവർ റേഷ്യോ കൂടുതലുള്ളത് ആ മെറ്റീരിയൽ ഫാസ്റ്റ് മൂവിങ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോക്കിന്റെ അളവ് നമ്മൾ കൂട്ടുന്നത് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഒബ്സലൻസിന്റെ വോളിയം കുറയും. ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് ഫാഷൻ പ്രോഡക്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫാഷൻ മെറ്റീരിയൽ അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് ഈ പറയുന്ന ഇവൻ്റൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരു 5ാമത്തെ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്തു പോകും. ഈസ് ക്ലിയർ? താങ്ക് യു.